നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. കാസർഗോഡ് സ്വദേശിയായ 92-കാരൻ വി കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നും നാളെയും സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കയ്യൂർ മുഴക്കോം വലിയ പൊയിലിൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 2:30-യോടെ വീടിന് സമീപത്ത് വെച്ചാണ് കുഞ്ഞിക്കണ്ണന് സൂര്യാഘാതമേറ്റത്. ബന്ധുവീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സംഭവം. ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു പുറത്ത് പണിക്കൊന്നും പോകാറില്ല. അയാൾ കുഴപ്പത്തിൽ തന്നെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ കത്തി കൊടുത്ത് തൊട്ടപ്പുറത്തോട്ട് പോയതാണ്. അവിടെ തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ്. കുറച്ച് കാണാൻ വൈകിപ്പോയി. അങ്ങനെയാണ് പറയുന്നത്. സൂര്യാഘാതമായിട്ട് മേലാസാനം പൊള്ളിയിട്ടുണ്ട്. അതേസമയം ഇന്നും നാളെയും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ കുരുക്കിലാക്കി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമായാണെന്നും ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല, ഏതെങ്കിലും ഒരു ഫയൽ വൈകിപ്പിച്ചതിന് തെളിവില്ല. ഇതെല്ലാം എന്തിനാണ് ഈ തരത്തിലേക്ക് ദിവ്യ പ്രവർത്തിച്ചത് എന്ന വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. ആസൂത്രിതമായി തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി എന്ന തരത്തിലേക്കാണോ ഈ വിവരങ്ങൾ സൂചന നൽകുന്നത്? ഉമേഷ്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കൃത്യമായി. അതായത് അന്ന് നടന്ന ഒക്ടോബർ 13 ADM നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല. എല്ലാം കൃത്യമായി തിരക്കഥയുടെ ഭാഗമായി നടപ്പാക്കിയതാണ് എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് യാത്രയപ്പ് ചടങ്ങിൽ ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ദിവ്യ കളക്ടറുടെ ഓഫീസിൽ വിളിച്ച് 4 തവണ അന്വേഷിച്ചു എപ്പോഴാണ് യാത്രയപ്പ് ചടങ്ങ്, എത്ര മണിക്ക് ആരംഭിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതായത് 4 തവണ കൃത്യമായി വിളിച്ച് അന്വേഷിക്കുകയും ആ യാത്രയപ്പ് ചടങ്ങിന് വരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദിവ്യ ഇടയ്ക്കെല്ലാം പറഞ്ഞിരുന്നത് താൻ യാദൃശ്ചികമായി ആ ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു എന്നാണ്. അത് തെറ്റാണ് എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നു. രണ്ടാമത്തെ കാര്യം, നവീൻ ബാബു ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അതിന് തെളിവില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. കാരണം ഫയൽ നീക്കുമായി ബന്ധപ്പെട്ട് ഏതൊരു അസ്വാഭാവികതയും നടന്നിട്ടില്ല. ഫയൽ നീങ്ങുന്നതിന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ചടങ്ങ് ചിത്രീകരിച്ചത് അത് മറ്റേതോ ചാനൽ വന്ന് ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണ് എന്നുള്ളതായിരുന്നു ദിവ്യയുടെ വാദം. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് ഇപ്രകാരമാണ്. കണ്ണൂർ വിഷൻ എന്ന പ്രാദേശിക ലോക്കൽ ചാനലുമായി ദിവ്യ തന്നെയാണ് ബന്ധപ്പെടുന്നത്. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വരണമെന്ന് ഈ കണ്ണൂർ വിഷനോട് നിർദ്ദേശിക്കുകയും അതിൻ്റെ പ്രകാരം കണ്ണൂർ വിഷനിലെ ക്യാമറാമാനും റിപ്പോർട്ടറും അവിടെ എത്തി അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ദിവ്യ തന്നെയാണ് ശേഖരിച്ചത് എന്നാണ് കണ്ണൂർ വിഷൻ ജീവനക്കാർ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട്. എന്തായാലും ഇത് ആസൂത്രിതമായി നടന്ന ഒരു സംഭവമാണ്. കൃത്യമായി അപമാനിക്കുക എന്ന പദ്ധതിയോട് കൂടി ആ ചടങ്ങിൽ എത്തുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായി പോലീസ് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. അനുജ, PP ദിവ്യയെ കുരുക്കിലാക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. വികസന നയരേഖയിലെ സെസ് പിരിവ് നിർദ്ദേശം CPIMന്റെ രാഷ്ട്രീയ ലൈനിനോട് യോജിക്കുന്നതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണത്തിലും ചർച്ചയിൽ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ എതിർക്കാൻ ആരും തയ്യാറായില്ല. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന രേഖയിന്മേൽ നടന്ന പൊതുചർച്ചയിൽ ആശങ്കകളും സംശയങ്ങളുമാണ് നിറഞ്ഞു നിന്നത്. നവകേരള രേഖയൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി നയങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ ഇതെന്നായിരുന്നു കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണന്റെ ചോദ്യം. ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന് പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രേഖയിൽ വ്യക്തത വേണമെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന മറ്റൊരാവശ്യം. സെസ് പിരിവിലും സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിലുമാണ് വ്യക്തത ആവശ്യപ്പെട്ടത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്, വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ നടപ്പിൽ വരുത്താവൂവെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ടു. സ്വകാര്യവൽക്കരണം നടപ്പാക്കിയാൽ തിരിച്ചടിയുണ്ടാകും. ബംഗാൾ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ നേതൃത്വം തള്ളിയില്ല. നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം നവകേരള വികസന രേഖ സമ്മേളനം അംഗീകരിക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ആർ ശ്രീജിത്ത്, 24, കൊല്ലം. ഇപ്പോൾ മുൻ ADM കെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. സ്വാധീനം തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ മാറ്റി മാറ്റി പിന്നെ മൊഴി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലോ കളക്ടർക്ക്. ഈ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ വിദ്വേഷം ഇദ്ദേഹത്തോട് തോന്നേണ്ട കാര്യമുണ്ടോ? അതിനുള്ളിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി സംശയിക്കുകയോ നമുക്ക് മറ്റെന്തെങ്കിലും തെളിവുകളോ? ഇതിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ശേഷം പോരാട്ടം തുടരും, വാമൂടി വയ്ക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ PP ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മേഡം അത് വാർത്തയിലെങ്കിലും കണ്ടിരുന്നോ? അതെ, അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. എനിക്ക് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്ത് വേണേലും ആകാമല്ലോ. നമുക്ക് ആദ്യഘട്ടത്തിലേ പിന്തുണ നൽകിയിരുന്ന പലരും പിന്നീട് നയം മാറ്റുന്ന നിലപാട് മാറ്റുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? പിന്നെ ഞങ്ങൾ ഏതായാലും പിന്നെ ലീഗൽ ബാറ്റിലുമായിട്ട് മുമ്പോട്ട് പോവാം. ഈ പെട്രോൾ പമ്പിന്റെ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നവീൻ ബാബു സാർ വേറെ എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു? അതെ, മറ്റ് ബന്ധുക്കളോട് പലരോടും ഇതുപോലെ സമ്മർദ്ദമുണ്ടെന്ന് സൂചിപ്പിച്ചതായിട്ട് അറിയുന്നു. അത് ഏത് വിഷയങ്ങൾക്കായിരുന്നു, ഏത് കാര്യങ്ങൾക്കുള്ള അനുമതിക്കായിട്ടായിരുന്നു? അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളായിരിക്കുമോ ഇപ്പോഴുള്ള ഈ ഒരു അത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചത്? അതെ ആയിരിക്കാം. കുടുംബത്തിന്റെ പരാതികൾ, ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്ന തരത്തിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് മഞ്ജുഷ വ്യക്തമാക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നുകൂടി നവീൻ ബാബുവിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയിലെ നിർദ്ദേശങ്ങളിൽ LDF കൂട്ടായി ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂവെന്ന് CPI നേതാവും രാജ്യസഭാ MP-യുമായ P. സന്തോഷ് കുമാർ. LDF-ലെ ധാരണ പ്രകാരമേ സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള തീരുമാനം ഉണ്ടാകില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും P. സന്തോഷ് കുമാർ പറഞ്ഞു. നവകേരളം എന്ന് പറയുന്ന ഒരാശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരാശയമാണ്. സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായിരിക്കുന്ന ഒരു സാഹചര്യം, കേന്ദ്രം സഹായിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ പുതിയ വഴികൾ തേടണം. ആ വഴികൾ എന്തെല്ലാമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ വഴികളിൽ CPIക്ക് കൂടെ സ്വീകാര്യമായിരിക്കുന്ന എല്ലാ വഴികളെക്കുറിച്ചും തർക്കമില്ല. LDF കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങളിൽ ആത്യന്തികമായ തീരുമാനമെടുക്കുക. നമുക്ക് കൂടുതൽ പണം കൊടുക്കാൻ ശേഷിയുള്ള, നികുതി കൊടുക്കാൻ ശേഷിയുള്ള വിഭാഗങ്ങൾ നികുതി എടുത്തേ വെക്കും, തർക്കമില്ല. ആ ഭാഗങ്ങളുണ്ട് നമ്മൾ പരിശോധിക്കണം. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടർന്നേക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും നാളെ അറിയാം. വ്യാഴാഴ്ച തുടങ്ങിയ CPM സംസ്ഥാന സമ്മേളനം ആശ്രാമം മൈതാനത്തെ പൊതുസമ്മേളനത്തോടെ നാളെ സമാപിക്കും. 2 ലക്ഷം പേർ പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകും. പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്ന് ചേരുന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും. പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതാകും സംസ്ഥാന കമ്മിറ്റി. പ്രായപരിധി മാനദണ്ഡ പ്രകാരം 7 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യമായ പൊളിച്ചെഴുത്തിന് സാധ്യതയില്ല. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സൂസൻ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയേക്കും. എറണാകുളം സമ്മേളനത്തിൽ തുടക്കമിട്ട തലമുറ മാറ്റം കൊല്ലം സമ്മേളനത്തോടെ പൂർത്തിയാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ട് സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പര്യാപ്തമായ നേതൃത്വമാകും പുതിയതെന്നാണ് സൂചന. അരുൺ രാജ്, 24, കൊല്ലം. വിവാദങ്ങൾക്കൊടുവിൽ കൊല്ലത്തെ CPIM സംസ്ഥാന സമ്മേളന വേദിയിൽ സ്ഥലത്തെ പാർട്ടി MLA M. മുകേഷ് എത്തി. ജോലി സംബന്ധമായ കാര്യത്തിന് മാറി നിന്നതാണെന്നും നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുമാണ് മുകേഷിന്റെ പ്രതികരണം. തന്നോടുള്ള കരുതലിന് നന്ദിയെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് M. മുകേഷ് പരിഹാസത്തോടെ മറുപടി നൽകി. 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക്
നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളൂ. ഇടുക്കിയിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്ക്. നെടുങ്കണ്ടത്ത് അസം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. അസം സ്വദേശി സദ്ദാമാണ് ബലാത്സംഗം ചെയ്തത്. സദ്ദാമിന്റെ സുഹൃത്തുക്കളായ 3 പേർ യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചു. അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് ഉപദ്രവിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. യുവതിയും ഭർത്താവും എത്തി നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 4 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടക ഹംപിയിൽ വിദേശ വനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. വിദേശ പൗരൻ ഉൾപ്പെടെ ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു അതിക്രമം. കനാലിൽ നിന്ന് ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4-അംഗ സംഘമാണ് അതിക്രൂര ആക്രമണത്തിന് ഇരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുമുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിന് സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ ചിലരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് അക്രമികൾ പണം ആവശ്യപ്പെട്ടു. എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്ക് കയറി. ഒഡീഷ സ്വദേശിയെ കാണാതായി. അവശരായ സ്ത്രീകളെ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരയ്ക്കടിയുകയായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതികൾ. പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഗംഗാവതി പോലീസ് പറഞ്ഞു. 24 ബംഗളൂരു. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. 24 പുറത്തു കൊണ്ടുവന്നൊരു വെളിപ്പെടുത്തലിലേക്കാണ് ഇനി. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പടയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി. മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. 24 ബ്രേക്കിംഗ്. ായ അഫാൻ 5 പേരുടെ ജീവനെടുത്തതിന്റെ കാരണം സാമ്പത്തിക ബാധ്യത മൂലമുള്ള സമ്മർദ്ദം കൊണ്ടെന്നായിരുന്നു ആദ്യ വിവരം. അപ്പോഴും എന്തിന് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം അവശേഷിച്ചു. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണം. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി. ഫർസാന നിരന്തരം മാല തിരികെ ആവശ്യപ്പെട്ടതോടെ പിതാവിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി മാല തിരികെ എടുത്തു നൽകി. ഇതാണ് പെൺസുഹൃത്തിനോടുള്ള പകയ്ക്ക് കാരണം. കൊലപാതക ദിവസം അഫാൻ നടത്തിയത് വലിയ ആസൂത്രണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് കൊലപാതക ദിവസം ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗർകുഴിയിലെ കടയിൽ നിന്നും അഫാൻ മുളകുപൊടിയും വാങ്ങിയിരുന്നു. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം. അഫാൻ മാതാവിനെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ടതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഷെമിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മുറിയുടെ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു. ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസ് താക്കോൽ കണ്ടെത്തി. അഫാനും കുടുംബത്തിനും 40 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അഫാനെ തിരികെ കോടതിയിൽ ഹാജരാക്കി. മറ്റു 4 കൊലപാതക കേസിലും അഫാനെ ഉടൻ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പെൺസുഹൃത്തും സഹോദരനും ഒറ്റപ്പെടുമെന്ന ഭയത്താൽ അവരെ കൂടി അഫാൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇതുവരെ പ്രചരിച്ച കഥകൾ. എന്നാൽ അത് സ്നേഹമല്ല, പകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊടും പകയാണ്. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് വിൽപ്പന നടത്തിയ മയക്കുമരുന്ന് സംഘത്തലവൻ പിടിയിൽ. തിരുവല്ല സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. 3.5 ഗ്രാമിലധികം MDMAയും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതി MDMA കൂടുതലായി മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിദെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് ഷാനിദ് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റോടെ വിഴുങ്ങിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ
പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. താൻ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസിനോട് പറഞ്ഞു. പിന്നാലെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എൻഡോസ്കോപ്പി നടത്തിയതിൽ പാക്കറ്റിനുള്ളിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുവാണെന്ന് കണ്ടെത്തി. പിന്നീട് MDMA ആണെന്ന് സ്ഥിരീകരിച്ചു. അളവിൽ കൂടുതൽ MDMA ശരീരത്തിലെത്തിയാൽ മരണത്തിനിടയാക്കുമെന്നതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാനിദിനെ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ ശല്യം രൂക്ഷമെന്ന് ഷാനിദിന്റെ നാട്ടുകാർ. നാട്ടുകാരെന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. MDMA പാക്കറ്റ് ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷാനിദ് നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണ്. 24 കോഴിക്കോട്. വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ റണ്ണിന്റെ ഭാഗമാകും. രാത്രി 9 കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് റൺ ആരംഭിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, അങ്ങോട്ടേക്ക് മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? അഞ്ജ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ മെഗാ ഇവന്റ് നടക്കാൻ പോകുന്ന ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. അനുജ ചോദിച്ചതുപോലെ ഇവിടേക്ക് രജിസ്ട്രേഷൻ നടപടികൾ അടക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ കമാനം കടന്ന് നടൻ ജയസൂര്യ ഇവിടെ വെച്ചിട്ടായിരിക്കും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത്. ഈ കമാനം കടന്ന് ഈ റൺ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഈ മെഗാ ഇവന്റ് ഇവിടെ നിന്നും ആരംഭിക്കും ഫ്ളാഗ് ഓഫോടുകൂടി. ഇതിന്റെ കുറെ ദിവസങ്ങളായി ഇതിന്റെ സംഘാടന ചുമതലയിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണിച്ചേട്ടാ ഒരു നിമിഷം ഒന്ന് വന്നിട്ടേ പോയി. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് പരിപാടി? എല്ലാം ഓക്കെയാണ്. നമ്മൾ 8 മണിക്ക് ഒഫീഷ്യൽ ഇനോഗ്രൽ ചടങ്ങ് നടക്കും. ജയസൂര്യ ആണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. കളക്ടറുണ്ട്, കമ്മീഷണറുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ 3-ാം വർഷത്തിൽ നമ്മളെ 3ാമത്തെ തവണയാണ് നടത്തുന്നത്. എന്താണ് ഇത്തവണത്തെ പ്രത്യേകത? പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇരട്ടിയായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പിന്തുണ. തീർച്ചയായിട്ടും അനുജ, നമുക്ക് ആ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഏതാണ്ട് സമയം 6:23 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ മെഗാ റൺ തുടങ്ങാൻ പോകുന്നത്, പിങ്ക് മിഡ് നൈറ്റ് റൺ തുടങ്ങേണ്ടത് 8:30 പക്ഷേ ഇപ്പോഴേ ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾക്കൊക്കെയായി വന്നിട്ടുണ്ട്. നേരത്തെ പോരുന്നത് ഇത് 6 o'clock വന്ന് ടീഷർട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആവശ്യത്തോടെയാണോ വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും. പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമല്ലല്ലേ? ഒട്ടും പ്രശ്നമല്ല. ഇല്ല, കൂട്ടത്തോടെ വന്നേക്കല്ലേ? എങ്ങനെ നിങ്ങൾ 3 പേരെ ഉള്ള വേറെ ആളുകൾ വന്നിട്ടുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യമുണ്ട്. വലിയ ആവേശമുണ്ട്. ശരി, തീർച്ചയായിട്ടും അനുജ, ഈ കാണുന്ന രജിസ്ട്രേഷൻ കൗണ്ടറിലെ ഈ ആൾക്കൂട്ടം തന്നെയാണ് തെളിയിക്കുന്നത് നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ എത്രത്തോളം വലിയ വിജയമാകാൻ പോകുന്നു, ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോകുന്നു എന്ന് ഈ ആൾക്കൂട്ടം ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോവുകയാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ. അത് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സ്പോട്ട് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനുമൊക്കെയായുള്ള സ്ത്രീകളുടെ വലിയൊരു നിര ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നു. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. കേരളത്തിലെ ആദ്യ സ്ത്രീ നിയന്ത്രിത ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററായ കോഴിക്കോട് തൊണ്ടയാട് മൈജി കെയറിന്റെ 3ാം ആനിവേഴ്സറി ആഘോഷങ്ങൾ നടത്തി. കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പലും എഴുത്തുകാരിയുമായി ജിസ ജോസ് മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീസിതയെ ചടങ്ങിൽ ആദരിച്ചു. സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനമാണ് ലക്ഷ്യമെന്നും വനിതാ ദിനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കുന്ന 30 വനിതകൾക്ക് സൗജന്യമായി മൈജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നൽകുമെന്നും ചെയർമാൻ AK ഷാജി പറഞ്ഞു. ടെക്നോളജി മേഖലയിൽ വലിയൊരു സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വുമൻസിന് മാത്രമായിട്ടൊരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം നമ്മൾ സെയിൽസ് ഭാഗത്ത് കൂടിയിട്ട് ടെക്നോളജി രംഗത്ത് കൂടുതലായിട്ട് നോളജോട് കൂടിയിട്ട് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു കോഴ്സ് കൂടി നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. അതിൽ 30 സ്റ്റുഡൻസിന്, അതായത് 30 ആളുകൾക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടി ഈ ഒരു വനിതാ ദിനത്തിൽ തന്നെ നമ്മൾ അത് അനൗൺസ് ചെയ്യാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താ സന്ധ്യ അവസാനിച്ചു.